നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം അടിയന്തര പ്രമേയമായി വന്നത് പോലീസ് മർദ്ദനത്തെ കുറിച്ചുള്ള വിഷയമായിരുന്നു. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഭരണപക്ഷം പറഞ്ഞു. 12 മണിക്ക് ചർച്ച, 2 മണിക്കൂറാണ് ചർച്ച തീരുമാനിച്ചത്. അവസാനം മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ UDF-നെ പോലെയല്ല ഞങ്ങൾ, കോൺഗ്രസിനെ പോലെയല്ല ഞങ്ങൾ, പോലീസുകാർ കുറ്റം ചെയ്താൽ നടപടിയെടുത്തിരിക്കും. അങ്ങനെ 144 പോലീസുകാരെ ഇതിനകം തന്നെ LDF സർക്കാർ 2016 അധികാരത്തിൽ വന്നതിന് ശേഷം പിരിച്ചുവിട്ടിട്ടുണ്ട് എന്ന് കണക്കുദ്ധരിച്ച് മുഖ്യമന്ത്രി സഭയിൽ പറയുന്നു. അത് തെറ്റാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാണ്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പിൽ നിന്നും 144 പേരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. ബോധപൂർവം സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ജനങ്ങളെ കബളിപ്പിക്കുവാനുമാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. 2016 അധികാരമേറ്റ ശേഷം കേരളത്തിൽ LDF ഗവൺമെന്റ് ആകെ പിരിച്ചുവിട്ടത് എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇവർ പിരിച്ചുവിട്ടത് 50-ൽ താഴെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പരിശോധിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. 144 പേരെ തൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത്. ആകെ പിരിച്ചുവിട്ടത് 50-ൽ താഴെ പോലീസുകാരെയാണ്. അപ്പം അത് സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയത്. സഭയോടുള്ള അനാദരവാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. ഇന്ന് ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. തൻ്റെ ഭരണകാലത്ത് പിരിച്ചുവിട്ട 144 പോലീസുകാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെക്കുമോ അതോ പബ്ലിക്കായി ജനങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലാത്ത പക്ഷം അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് ഇത് പ്രിവിലേജ് ഈ കാര്യത്തിൽ ഉണ്ടാവുകയാണ്. സ്പീക്കർക്ക് ഞാൻ പ്രിവിലേജ് നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 2011-16 കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തത് സേനയ്ക്ക് മാനക്കേടുണ്ടാക്കിയ 61 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ടത്. എന്നാൽ പിണറായി സർക്കാരിൻ്റെ 9 വർഷത്തെ കാലയളവിൽ കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവരടക്കം 144 പേരെ പിരിച്ചുവിടണമെന്നുള്ള ശുപാർശ ഉണ്ടായിരുന്നു. കാരണം അത്തരം പേരെ മിസ്കോണ്ടക്ട് ചെയ്ത ആളുകളാണ്, സേനയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. അത് അത്തരം ആളുകളുടെ ഒരാളുടെ പേരിൽ പോലും നടപടി എടുത്തിട്ടില്ല. ആകെ പിണറായി വിജയൻ പിരിച്ചുവിട്ടത് സർവീസിൽ നിന്ന് ദീർഘകാലം വിട്ടുനിന്നവർ, ലീവ് എടുക്കാതെ അബ്സ്കോണ്ട് ചെയ്ത ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെയാണ് അദ്ദേഹം പിരിച്ചുവിട്ടത്. മുഖ്യമന്ത്രി സഭയിൽ കള്ളം പറയും. കൃത്യമായ കണക്കനുസരിച്ചല്ലേ സഭയിൽ പറയാൻ പറ്റൂ. കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിവിലേജാണ്. എന്ന് വെച്ചാൽ അംഗങ്ങളുടെ അവകാശം നിഷേധിക്കലാണ്. അതുകൊണ്ട് തന്നെ പ്രിവിലേജ് നോട്ടീസ് നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എന്നാലും എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? അതുകൂടി നമുക്ക് കേൾക്കാം. ഇപ്പൊ കണക്കുകൾ നോക്കാം. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. എത്ര? 108. സർ നോക്കണം,
ഞാൻ 1956 മുതൽ എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2016 മുതൽ 2024 വരെ എന്നാണ്. അപ്പോ 2024 ജൂൺ വരെ 108 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സർ, അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി ഇവിടെ ഇപ്പോഴും ദീർഘകാലം കോൺഗ്രസ് ഭരണത്തിൽ ഉണ്ടായ അവസ്ഥ തന്നെയാണല്ലോ കേരളത്തിൽ കാണാൻ പറ്റുക. കേരളത്തിൽ ആകെ അവസ്ഥയെടുത്താൽ ദീർഘകാലം കോൺഗ്രസ് തന്നെയല്ലേ അധികാരത്തിൽ ഉണ്ടായിട്ടുണ്ടാകുക. അപ്പോൾ ഏതെങ്കിലും ഒരാളെ പിരിച്ചുവിട്ടു എന്ന് പറയാൻ സാധിക്കുമോ? ഏതെല്ലാം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്? എന്നാൽ 2024 ഒക്ടോബർ വരെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ തീർന്നില്ല. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. അപ്പൊ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പഴയ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ശരിയാണോ? കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യം കണക്കാണ്. 2016 മുതൽ 2024 വരെയുള്ള കണക്ക്. ആദ്യം 108 പേരെ, അതിനുശേഷം 36 പേരെ, അങ്ങനെ കൃത്യം 144 പേരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് പോലീസ് സേനയിൽ, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന്. ആ കണക്ക് പറഞ്ഞു. തെറ്റാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ വെല്ലുവിളി ശരിയാക്കും. ശരിയാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ വെല്ലുവിളി സ്വീകരിച്ച് കൃത്യം പട്ടിക സഭയുടെ മേശപ്പുറത്ത് വെക്കണം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം അതിന് തയ്യാറാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചായിരിക്കും സഭ ഏറെ സമയം ചർച്ച ചെയ്യേണ്ടി വരിക. പ്രതിപക്ഷം ഈ പ്രശ്നമുയർത്തി, രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച പ്രശ്നമുയർത്തി വലിയ പ്രതിഷേധം സഭയ്ക്കകത്ത് ഉയർത്തിക്കൊണ്ടുവരും. അതിനാണോ വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്.